ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ സെനറ്റിന്റെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് 15 മാർക്കിന്റെ ഒരു എസ്സേ എന്ന രൂപത്തിലാണ് ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വൈകിക്കണ്ട, ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ള ഒരു സംഗതിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട പോയിന്റ്സ് ആണിത്. ഒന്ന്, നമ്മൾ ഡെഫിനിഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. രണ്ടാമതായിട്ട് സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്തൊക്കെയാണ്. മൂന്നാമതായിട്ട് ഇതിൽ വരുന്ന ഹൈ റിസ്ക് ഗ്രൂപ്പ്സ് ആരൊക്കെയാണ്. ഇതിന്റെ ഹസാർഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റ് എന്താണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. ഇനി വേണ്ടത് വേസ്റ്റിന്റെ കാറ്റഗറൈസേഷനും സെഗ്രിഗേഷനും. പിന്നീട് ലാസ്റ്റ് ആയിട്ട് പഠിക്കുന്നത് ഡിസ്പോസൽ മെത്തേഡ്സ്. അപ്പൊ നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട 6 കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഒരു ഡെഫിനിഷൻ. അപ്പൊ നമുക്ക് ഡെഫിനിഷൻ ഇത് 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്സിനോ ചോദിക്കാം. എന്തായാലും ഡെഫിനിഷൻസ് എല്ലാം അത് തന്നിരിക്കുന്ന അതേ രൂപത്തിൽ നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? According to Biomedical Waste Management and Handling Rules of 1998 of India, biomedical waste refers to any waste generated during the diagnosis, treatment, or immunization of human beings or animals, or in research activities pertaining thereto, or in the production or testing of biologicals. ഒന്നുമില്ല, കേട്ടൊന്നും പേടിക്കണ്ട. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നതാണ്. ബയോമെഡിക്കൽ വേസ്റ്റ് റെഫേഴ്സ് ടു എനി വേസ്റ്റ്. എന്താകാം? എനി വേസ്റ്റ്, ഏത് തരത്തിലുള്ള വേസ്റ്റും ആകാം. എങ്ങനെയെല്ലാം ജനറേറ്റ് ചെയ്യുന്ന? ഒരു മനുഷ്യന്റെയോ അല്ലെങ്കിൽ മൃഗത്തിന്റെയോ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളുടെയോ അതായത് ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായിട്ടോ ജനറേറ്റ് ചെയ്യുന്ന ഏത് ടൈപ്പിലുള്ള വേസ്റ്റും അതിനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഏത് വേസ്റ്റിനെയും നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഡെഫിനിഷൻ ഇതുപോലെ പഠിക്കുക. ഇത് 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാം. ഇതേപോലെ തന്നെ എഴുതുക. ഓക്കെ, ഇനി ബയോമെഡിക്കൽ വേസ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹോസ്പിറ്റൽ വേസ്റ്റ്. ഇറ്റ് ഈസ് അതർവൈസ് കാൾഡ് എന്ത്? ഹോസ്പിറ്റൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ്. ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് കണ്ട് ഇനി പേടിക്കരുത്, എല്ലാം ഒന്നാണ്. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാലും ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറഞ്ഞാലും ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം ഒരേ സാധനം തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. അപ്പോ ഇനി ദീസ് വേസ്റ്റസ് കോസ് ഹൈ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ആൻഡ് ഇഞ്ചുറി ദാൻ എനി അതർ ടൈപ്പ് ഓഫ് വേസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 2 മാർക്കിന് നമുക്ക് ഇത് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാം? ആദ്യം നമ്മുടെ ഡെഫിനിഷൻ എഴുതുക. അപ്പോൾ ഡെഫിനിഷനായി. അടുത്ത അതിൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ കീ പോയിന്റ് ആണ് എന്ത്? ഇത് ദീസ് വേസ്റ്റസ് കോസസ് ഹൈ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ആൻഡ് ഇഞ്ചുറി. എന്താണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഹൈ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ആൻഡ് ഇഞ്ചുറി ആണ്. ഉയർന്ന സാധ്യതയുണ്ട് എന്തിനൊക്കെ? ഇൻഫെക്ഷനും ഇഞ്ചുറിക്കും സാധ്യത, ഹൈ റിസ്ക് ഉള്ള വേസ്റ്റുകളാണ് എന്ത്? ബയോമെഡിക്കൽ വേസ്റ്റ്. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത പോയിന്റ് കണ്ടോ? ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരു 1 വേർഡിനോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസിലോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലോ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. In between 75 to 90% of the waste generated by healthcare facility provides non-risk or general waste. ഇത് എക്സാമിന് ചോദിക്കാം. 1 വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ ട്രൂ ഓർ ഫാൾസിലോ ഒക്കെ കാണാൻ പറ്റും. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഉണ്ടാകുന്നതിൽ 75 മുതൽ 90% എങ്ങനത്തെ വേസ്റ്റ് ആണ്? ജനറൽ വേസ്റ്റ് ആണ്. ഇവര് നോൺ റിസ്ക്കാരല്ല, അവരെ കൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. പ്രശ്നങ്ങൾ ഇല്ലാത്ത വേസ്റ്റും ഉണ്ട്. ബയോമെഡിക്കൽ വേസ്റ്റിലെ പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണ് ആര്? ഈ ജനറൽ വേസ്റ്റ്. അവർ എത്ര പെർസെൻറ്റേജോളം ഉണ്ടാകുന്നുണ്ട്? 75 മുതൽ 90% ഈ നോൺ റിസ്ക് ആയിട്ടുള്ള ജനറൽ വേസ്റ്റ് ആണ്. ഇനി ഇതിന്റെ റിമൈനിങ് ആയിട്ട് വരുന്ന 10% ആണ് കുറച്ച് പ്രശ്നക്കാരെന്ന് പറയുന്ന. ഇതാ നോക്കൂ, ദ റിമൈനിങ്
10 to 25% of healthcare waste is regarded as hazardous and may create a variety of health risk. ഇപ്പൊ റിമൈനിങ് ആയിട്ട് വരുന്ന 10 മുതൽ 25% ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റ് അവരാണ് എന്ത് ഹസാർഡുവസ് പ്രശ്നക്കാരായ വേസ്റ്റ് ഇവരെന്തുണ്ടാക്കും വെറൈറ്റി ഓഫ് ഹെൽത്ത് റിസ്ക് ഒരുപാട് രോഗ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മെയിൻ ഒരു പാർട്ട്. ഇത് 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഴ്സസ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റ്. ഹെൽത്ത് കെയർ വേസ്റ്റിന്റെ സോഴ്സസ് എന്തെല്ലാം? ഇത് ചിലപ്പോൾ നമുക്ക് 1 മാർക്കിന് ഈ ചോദ്യം ഇതും 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദിക്കാം. സോഴ്സസ് ഏതെങ്കിലും 4 സോഴ്സസുകൾ എഴുതാൻ പറയും 2 മാർക്കിന്. ഇതിൽ ഏതെങ്കിലും എഴുതിയാൽ മതി. ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ ഈസി ആയിട്ട് നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ഹെൽത്ത് കെയർ വേസ്റ്റുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ? നമുക്ക് തന്നെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ്? ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോംസ്, ഫിസീഷ്യൻസ് ഓഫീസ് അല്ലെങ്കിൽ ക്ലിനിക്ക്, ഡെന്റിസ്റ്റിന്റെ ഓഫീസ് അല്ലെങ്കിൽ ക്ലിനിക്ക്, ഡിസ്പെൻസറീസ്, പ്രൈമറി ഹെൽത്ത് സെന്റർ, മെഡിക്കൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്, മോർച്ചറീസ്, ബ്ലഡ് ബാങ്ക്സ് ആൻഡ് കളക്ഷൻ സെന്റേഴ്സ്, ആനിമൽ ഹൗസസ്, സ്ലോട്ടർ ഹൗസസ്, ലബോറട്ടറീസ്, റിസർച്ച് ഓർഗനൈസേഷൻസ്, വാക്സിനേറ്റിംഗ് സെന്റേഴ്സ് ആൻഡ് ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്. കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? എങ്ങനെയും ഒരു ഹെൽത്ത് കെയർ വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയകൾ. ഇതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. നമുക്ക് 2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എളുപ്പമല്ലേ ഇത്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഇനി ഇതിന്റെ മെയിൻ ഒരു ഏരിയ ആണ്. ആരൊക്കെയാണ് ഹൈ റിസ്ക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹസാർഡ്സ്? പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, അപ്പോൾ ഹൈ റിസ്ക് ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ എന്തായാലും ഹെൽത്ത് കെയർ വേസ്റ്റ് അല്ലേ, ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലേ? അപ്പോൾ മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽ ആണല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് ഇതിന്റെ മെയിൻ റിസ്കിൽ വരുന്ന ആൾക്കാർ. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആരൊക്കെയാ? ഡോക്ടേഴ്സ്, നഴ്സസ്, ടെക്നീഷ്യൻസ് ആൻഡ് പ്രൊഫഷണൽസ് പേഴ്സൺസ് ഇൻവോൾവിംഗ് റിമൂവിംഗ് ദ വേസ്റ്റ്. അപ്പൊ നമുക്കറിയാം, ആശുപത്രി എന്ന് ചിന്തിച്ചാലേ അറിയാവുന്ന ആൾക്കാർ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ പേഴ്സൺസ് ഇൻവോൾവിംഗ് റിമൂവിംഗ് ദ വേസ്റ്റ് അവരാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം സഹിക്കാൻ പോകുന്ന ആൾക്കാർ. ആരായിരിക്കും? ഹൗസ് കീപ്പിങ്ങിലൊക്കെ ജോലി ചെയ്യുന്ന സ്റ്റാഫാണ്. അവരാണ് ഏറ്റവും ഈ പ്രശ്നം നിറഞ്ഞ വേസ്റ്റിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ. ഹൈ റിസ്ക് ആയിട്ടുള്ള ഗ്രൂപ്പാണ് അവര്. ഓക്കെ, അപ്പൊ ഹൈ റിസ്ക് ഗ്രൂപ്പ് മനസ്സിലായില്ലേ? ചിലപ്പോൾ ചോദിക്കാം 1 വേർഡിനോ അല്ലെങ്കിൽ 1 മാർക്സിനോ അല്ലെങ്കിൽ 2 മാർക്സിനോ നമുക്ക് ചോദിക്കാം. ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഹൈ റിസ്ക് ആര് അല്ല എന്നുള്ള ഒരു ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 5 മാർക്കിന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം ആണ്. ഓക്കെ, ഹസാർഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റ്. പ്രശ്നങ്ങൾ, ഹെൽത്ത് കെയർ വേസ്റ്റ് കാരണം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? ഇത് നമുക്ക് 5 മാർക്കിന് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണാൻ പറ്റുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എക്സ്പോഷർ ടു ഹസാർഡസ് ഹെൽത്ത് കെയർ വേസ്റ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഡിസീസ് ഓർ ഇഞ്ചുറി ഡ്യൂ ടു 1 or more ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്നതിൽ ഏത് പ്രശ്നങ്ങൾ വേണമെങ്കിലും നമ്മുടെ ഈ ഹെൽത്ത് കെയർ വേസ്റ്റ് കാരണം നമുക്കുണ്ടാകാം. നമുക്ക് അങ്ങോട്ട് പോവാം. അതിലൊന്നാമത്തതാണ് ഹസാർഡ്സ് ഫ്രം ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആൻഡ് ഷാർപ്പ്. കൂർത്ത സാധനങ്ങൾ ഉൾപ്പെടുന്ന വേസ്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ നീഡിൽസ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ, അതൊക്കെ വരുന്ന ഇൻഫെക്ഷ്യസ് വേസ്റ്റ് കാരണം ഉണ്ടാകുന്ന ഗുരുതര പ്രശ്നങ്ങൾ. ഓക്കെ, pathogens from infectious waste may enter the human body through a puncture, abrasion in the skin, through mucous membrane, by inhalation or by ingestion. ഒന്നുമില്ല, ഷാർപ്പായിട്ടുള്ള വേസ്റ്റ് കാരണം നമുക്ക് ഒരു പങ്ചർ കിട്ടിയാൽ മതി, നമുക്ക് എന്ത് പറ്റും? പലതരത്തിലുള്ള രോഗങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. രോഗാണുക്കൾ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഉള്ളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഹസാർഡ്സ് ഫ്രം ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആൻഡ് ഷാർപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരാൻ സാധ്യതയുള്ള രോഗങ്ങളാണ് ഏതൊക്കെ? HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C എന്നൊക്കെ പറയുന്ന ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ ഹസാർഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റിൽ ആദ്യത്തേതാണ് ഹസാർഡ്സ് ഫ്രം ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആൻഡ് ഷാർപ്പ്. അത് കാരണം ഉണ്ടാകാൻ പറ്റുന്ന അസുഖങ്ങളാണ് HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C എന്നൊക്കെ പറയുന്നത്.
ഓക്കെ, അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ഫ്രം കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. ഇനി many of the chemicals and pharmaceuticals used in the hospitals are toxic, genotoxic, corrosive, flammable, reactive, explosive, or shock sensitive. This may cause intoxication, either acute or chronic exposure, and injuries and burns. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഹസാർഡ്സ് എന്ന് പറയുന്നത് കെമിക്കൽസിൽ നിന്നും ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിൽ നിന്നുമാണ്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസും ഫാർമസ്യൂട്ടിക്കൽസും എങ്ങനെയുള്ളതാണ്? ടോക്സിക് ആണ്, ജീനോടോക്സിക് ആണ്, കൊറോസീവ് ആണ്, ഫ്ലെയിമബിൾ ആണ്, കത്താൻ സാധ്യതയുള്ളതാണ്, റിയാക്റ്റീവ് ആണ്, എക്സ്പ്ലോസീവ് ആണ്, ഷോക്കിന് സെൻസിറ്റീവ് പോലും ആയിട്ടുള്ളതാണ്. ഇത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം? ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കാം. അത് ചെറിയ തോതിലോ വലിയ തോതിലോ ആയാലും നമുക്ക് ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കാം. അതേപോലെ ഇഞ്ചുറീസിന് സാധ്യതയുണ്ട്, ബേൺസ് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. ഡിസിൻഫെക്റ്റൻസ് എന്നൊക്കെ പറയുന്നത് എക്സാമ്പിൾ ആണ്. കെമിക്കൽസ് ഏത് ടൈപ്പിലുള്ള കെമിക്കൽസും ആകാം. അതിന്റെ വീര്യം കൂടുന്നതനുസരിച്ച് പ്രശ്നങ്ങൾ ഗുരുതരമായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ 2 പോയിന്റ് ആയി. അപ്പൊ ഹസാർഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റിൽ 2 പോയിന്റ് ആയി. ഒന്ന്, നമ്മൾ ഹസാർഡ്സ് ഫ്രം ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആൻഡ് ഷാർപ്സ് എന്താണെന്ന് പറഞ്ഞു. രണ്ടാമത്, ഫ്രം കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. അപ്പൊ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് പഠിക്കാം, ജീനോടോക്സിക് വേസ്റ്റ്. അപ്പൊ അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇനി. The severity of genotoxic waste is mainly depends upon the substance toxicity and the duration of exposure. Example, ingestion of food accidentally contaminated with the cytotoxic drugs or chemicals, etc. They may affect the ജനറ്റിക് മെറ്റീരിയൽ. ഒന്നുമില്ല, പേടിക്കണ്ട. ജീനോടോക്സിക് വേസ്റ്റ് കാരണം നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ് അത്ര മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. എന്ത് പറ്റും? ഇത് അഫക്ട് ചെയ്ത ജനറ്റിക് മെറ്റീരിയൽ. ആ കളർ ചേഞ്ച് കണ്ടില്ലേ? അത്രേ ഉള്ളൂ. ജീനോടോക്സിക് വേസ്റ്റ് കാരണം നമുക്ക് എന്ത് പറ്റാം? ജനറ്റിക് മെറ്റീരിയലിന് പോലും ഇത് ഹാനികരമായി ബാധിക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ നാലാമത്തെ പോയിന്റ് അടുത്ത നോക്കാം, ഹസാർഡ്സ് ഫ്രം റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. The severity of radioactive wastes may also depends upon the type and extent of exposure. It can cause dizziness, vomiting, sterility, headache, cancer. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് കാരണം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുന്നു? ഇതിന്റെ ടൈപ്പും സിവിയറിറ്റിയും അനുസരിച്ച് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം? ഡിസീനസ് ഉണ്ടാകാം, വൊമിറ്റിംഗ് ഉണ്ടാകാം, ഹെഡേക്ക് ഉണ്ടാകാം, ഈവൻ സ്റ്റെറിലിറ്റി, ക്യാൻസർ പോലുള്ള വലിയ പ്രശ്നങ്ങൾ പോലും ഉണ്ടാകാം. മനസ്സിലായില്ലേ? 4 പോയിന്റ് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത അഞ്ചാമത്തെ, പബ്ലിക് സെൻസിറ്റിവിറ്റി. അപ്പൊ നമ്മൾ മേളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായിരുന്നെങ്കിൽ ഇത് നമ്മുടെ സമൂഹത്തെ പോലും പ്രശ്നത്തിലാക്കുന്ന ഒരു കാര്യം. എന്താണ്? അപ്പാർട്ട് ഫ്രം ഹെൽത്ത് ഹസാർഡ്സ്, ജനറൽ പബ്ലിക് ഈസ് വെരി സെൻസിറ്റീവ് ടു വിഷ്വൽ ഇമ്പാക്ട്, എസ്പെഷ്യലി അനാട്ടമിക്കൽ വേസ്റ്റ്. എന്താണ് ഉണ്ടാകുന്നത്? അൺപ്ലസന്റ് ആയിട്ടുള്ള സൈറ്റ്, സ്മെല്ല്. അത് ഒരു ന്യൂയിസൻസ് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ജനങ്ങൾക്കിടയിൽ അതൊരു പ്രശ്നമാവും. കാണുന്നതും ഇങ്ങനെ അൺപ്ലസന്റ് ആയിട്ടുള്ള സൈറ്റ് കാണുന്നതും മോശം സ്മെല്ല് അനുഭവിക്കേണ്ടി വരുന്നതും ഒരു പ്രശ്നമല്ലേ? അപ്പൊ അത് പബ്ലിക് സെൻസിറ്റിവിറ്റി, അവർക്കിടയിൽ അതൊരു ന്യൂയിസൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹസാർഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റ് കൊണ്ട് പറയുന്നത്. 5 പോയിന്റ്സ് എളുപ്പമല്ലേ? നമുക്ക് ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്തെടുത്തൂടെ? ഓക്കെ, ഒന്നും കൂടി പറയണോ? ജസ്റ്റ് പോയിന്റ്സ് മാത്രം ഒന്നും കൂടി പറയാം. അപ്പൊ ഹസാർഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റിൽ വരുന്നത് നമുക്ക് മെയിൻ ആയിട്ട് ആദ്യം 5 ഹെഡിങ്ങുകളാണ് വേണ്ടത്. ബാക്കി നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ, ഹസാർഡ്സ് ഫ്രം ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആൻഡ് ഷാർപ്പ്. അപ്പൊ ഷാർപ്പ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഒരു നീഡിൽ പ്രിക്ക് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങൾ വരാം? HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി പോലുള്ള വലിയ അസുഖങ്ങൾ വരാം. രണ്ടാമത്തത്, ഫ്രം കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? കെമിക്കൽസും ഫാർമസ്യൂട്ടിക്കൽസും കാരണം, ഇൻടോക്സിക്കേഷൻ കാരണം നമുക്ക് എന്തൊക്കെ പറ്റാം? ഇഞ്ചുറീസും ബേൺസും വരെ നടക്കാം. ഓക്കെ, അപ്പൊ 2 പോയിന്റ് ആയില്ലേ? മൂന്നാമത്തെ പോയിന്റ്, ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പോയിന്റ്, ജീനോടോക്സിക് വേസ്റ്റ് കാരണം നമുക്ക് എന്ത് പറ്റാം? ജീനോടോക്സിക് എങ്ങനെ നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിനെ പോലും അഫക്റ്റ് ചെയ്യാം. നാലാമത്തെ
റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം? ഡിസീനസ്, വോമിറ്റിംഗ്, സ്റ്റെറിലിറ്റി, ഹെഡേക്ക്, ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അടുത്ത പബ്ലിക് സെൻസിറ്റിവിറ്റിയിൽ എന്താണ്? ഇത് ന്യൂയിസൻസ് ക്രിയേറ്റ് ചെയ്യും. അൺപ്ലസന്റ് സൈറ്റും സ്മെല്ലും ഒക്കെ ന്യൂയിസൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? 5 മാർക്ക് ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത നമുക്ക് വേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്തിന് ഇവർ കൊണ്ടുവന്നു, അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അതാണ് നമ്മൾ അടുത്ത നോക്കുന്നത്. എന്താണ്? ഒന്നാമത്തത്, ടു പ്രിവെന്റ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. രോഗങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാകുന്നത് തന്നെ തടയുക. ടു പ്രിവെന്റ് ട്രാൻസ്മിഷൻ തടയുക. രണ്ടാമത്തെ, ടു പ്രിവെന്റ് ഇഞ്ചുറി ടു ദ വർക്കേഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, വർക്കേഴ്സ് ആണ് ഇതിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന ആൾക്കാർ, അവർക്ക് ഇഞ്ചുറി ഉണ്ടാകുന്നത് തടയുക. മൂന്നാമത്തത്, ടു പ്രിവെന്റ് എക്സ്പോഷർ ടു ദ ഹാംഫുൾ എഫക്ട് ഓഫ് ദ സൈറ്റോടോക്സിക്, ജീനോടോക്സിക് ആൻഡ് കെമിക്കൽ ബയോമെഡിക്കൽ വേസ്റ്റ്. അപ്പൊ എങ്ങനെയാ? സൈറ്റോടോക്സിക് ആയിട്ടുള്ള, ജീനോടോക്സിക് ആയിട്ടുള്ള, കെമിക്കൽ ആയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റിന്റെ എക്സ്പോഷറിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 3 പോയിന്റ് ക്ലിയർ അല്ലേ? ഒന്നാമത്തെ എന്താണ്? ട്രാൻസ്മിഷൻ തടയുക. രണ്ടാമത്തത് ഇഞ്ചുറി ഉണ്ടാകുന്നത് തടയുക. മൂന്നാമത്തത് ഹാംഫുൾ ആയിട്ടുള്ള ഈ എക്സ്പോഷറുകൾ തടയുക. അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അടുത്ത ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് ഇതാ വന്നു, കളേഴ്സ് ഫോർ സെഗ്രിഗേഷൻ. നമ്മുടെ ബയോമെഡിക്കൽ മാനേജ്മെന്റിന്റെ ഒരു ഹാർട്ട് ആയിട്ടുള്ള പോർഷൻ, കളേഴ്സ് ഫോർ സെഗ്രിഗേഷൻ. ഇനി കാണിക്കുന്ന കളേഴ്സ് ഉള്ള എല്ലാ സ്ലൈഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്ന് 1 മാർക്കിന് നമുക്ക് 1 മാർക്ക് നേടാവുന്ന ചോദ്യങ്ങളുണ്ട്, 2 മാർക്ക് നേടാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട്, 5 മാർക്കിനുള്ള ചോദ്യത്തിന്റെ ഉത്തരവുണ്ട്, ഈവൻ 15 മാർക്സിന്റെ എസ്സേ പോലും ഉള്ള സ്ലൈഡുകളാണ് വരുന്നത്. ഞാൻ പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഓക്കെ, ഈ സ്ലൈഡുകൾ അതുപോലെ പഠിക്കുക. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കളറാണ് യെല്ലോ, സോയിൽഡ് ഓർ പത്തോളജിക്കൽ വേസ്റ്റ്. അപ്പൊ സോയിൽഡ് മോശമായിട്ടുള്ള, പത്തോളജിക്കൽ എന്താണ്? പത്തോളജിക്കൽ രോഗാണുക്കളുള്ള, രോഗകാരികളായ അണുക്കളുള്ള വേസ്റ്റ്. ഓക്കെ, അതിൽ വരുന്ന നമ്മുടെ യെല്ലോ കളർ കണ്ടെയ്നറിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. 1, ഡ്രസ്സിങ്സ് ആൻഡ് ബാൻഡേജസ്. 2, എക്സ്പയർഡ് ഡിസ്കാർഡഡ് മെഡിസിൻ. 3, സ്വാബ്സ്. 4, കെമിക്കൽ ലിക്വിഡ്, പിന്നെ ലാബിലെ വേസ്റ്റുകൾ, ലാബ് വേസ്റ്റ്, ടിഷ്യൂ വേസ്റ്റ്, തിയേറ്റർ ആൻഡ് ലേബർ റൂം അനാട്ടമിക്കൽ. ഏകദേശം ആ വേസ്റ്റിന്റെ ഒരു രൂപം മനസ്സിലായില്ലേ? നമ്മുടെ സോയിൽഡ് ആയിട്ടുള്ള ബ്ലഡ് കലർന്ന് കണ്ടാമിനേറ്റ് ആയിട്ടുള്ളതും ഡിസ്കാർഡഡ് ആയിട്ടുള്ള മെഡിസിൻസും ആണ് നമ്മൾ യെല്ലോ ബക്കറ്റിൽ നിക്ഷേപിക്കുന്നത്. മനസ്സിലായില്ലേ? അതില് ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കാനുള്ളത് ഡ്രസ്സിങ്സ്, ബാൻഡേജസ്, ഈ തന്നിരിക്കുന്ന ഐറ്റംസ് ലിസ്റ്റ് അതുപോലെ പഠിക്കുക. കാര്യം ചോദിക്കാം, 1 മാർക്കിന് വേണമെങ്കിൽ നമുക്ക് താഴെ തന്നിരിക്കുന്നവയിൽ ഇതിൽ ഏത് ആണ് ഏതല്ല കളർ, ബക്കറ്റ് തന്നിട്ട് ഏത് കളറാണ് ഏത് കളർ അല്ല, മാച്ച് ദ ഫോളോയിങ്ങിന് വേണമെങ്കിൽ ചോദിക്കാം, 1 വേർഡിന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. ഡ്രസ്സിങ്സ്, ബാൻഡേജസ് ഒക്കെ ഏതിലാണ്, ഏത് കളർ ബക്കറ്റിലാണ് വരുന്നതെന്ന് നന്നായി പഠിക്കാം. ഇനി ഇങ്ങനെ എടുക്കുന്ന ഇത് ഏത് ടൈപ്പ് ഓഫ് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിലാണ് സൂക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കണ്ടെയ്നർ ആണെങ്കിൽ നമ്മുടെ യെല്ലോ കളർ കണ്ടെയ്നർ എന്ന് പറയാം. ഇനി ഏത് ടൈപ്പ് ഓഫ് ബാഗ് ആണെങ്കിൽ നോൺ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ് യെല്ലോ കളറിലെ പ്ലാസ്റ്റിക് ബാഗിലാണ് നമ്മൾ ഈ അനാട്ടമിക്കൽ വേസ്റ്റസ് ഉൾപ്പെടെ സ്റ്റോർ ചെയ്യുന്നത്. യെല്ലോ കളർ മറക്കരുത്. ഡ്രസ്സിങ്സ്, ബാൻഡേജസ്, എക്സ്പയർഡ് ആൻഡ് ഡിസ്കാർഡഡ് മെഡിസിൻ, സ്വാബ്, കെമിക്കൽ ലിക്വിഡ്, ലാബ് വേസ്റ്റ്, ടിഷ്യൂ വേസ്റ്റ്, തിയേറ്റർ ആൻഡ് ലേബർ റൂം അനാട്ടമിക്കൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവരെല്ലാരും വരുന്ന ഏത് കളറിലാണ്? യെല്ലോ കളറിലാണ്. യെല്ലോ കളർ ഇപ്പോഴേ പഠിച്ചോളൂ, യെല്ലോ കളറിലാണ് ഇത് വരുന്നത്. ഓക്കെ, യെല്ലോ കളർ ബക്കറ്റ്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഈ യെല്ലോ കളർ ബക്കറ്റിൽ നമ്മൾ ശേഖരിക്കുന്ന ബയോമെഡിക്കൽ വേസ്റ്റിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? മെയിൻ ആയിട്ട് അവിടെ ചെയ്യുന്നത് ഇൻസിനറേഷൻ ആണ്. ഇവരെ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റും. ഈ യെല്ലോ കളറിൽ കൊണ്ടുവരുന്നവരെല്ലാം നമ്മൾ കത്തിക്കുകയാണ് ചെയ്യുന്നത്, അതാണ് ഇൻസിനറേഷൻ. ഓക്കെ, അപ്പൊ യെല്ലോ കളർ ആയില്ലേ? ഇനി അടുത്ത കളറിലേക്ക് പോവാം. അടുത്തത് കണ്ടില്ലേ, ഒരു ബ്ലൂ കളറാണ്. ബ്ലൂ കളറിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഈ പറയുന്ന ബ്രോക്കൺ ഓർ ഡിസ്കാർഡഡ് ആൻഡ് കണ്ടാമിനേറ്റഡ് ഗ്ലാസ്.
ഗ്ലാസ്, പിന്നെ അടുത്ത മെഡിസിൻ വയൽസ് ആൻഡ് ആംപ്യൂൾസ്, മെറ്റാലിക് ബോഡി ഇംപ്ലാന്റ്സ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ആൾക്കാരെയൊക്കെയാണ് നമ്മളൊരു നീല കളർ ബക്കറ്റിൽ നിക്ഷേപിക്കുന്നത്. ആരൊക്കെയാണ്? ബ്രോക്കൺ ഓർ ഡിസ്കാർഡഡ് ആൻഡ് കണ്ടാമിനേറ്റഡ് ഗ്ലാസ്, പൊട്ടിയ അല്ലെ കുപ്പിച്ചില്ല്, നമുക്ക് അങ്ങനെ പറയാം, പൊട്ടിയ ചില്ലുകൾ. മെഡിസിൻ വയൽസ് ആൻഡ് ആംപ്യൂൾസ്, മനസ്സിലായില്ലേ? ബോട്ടിൽസ് ആണ് മെഡിസിൻ വയൽസ്. നമ്മൾ വാക്സിനേഷൻ ഒക്കെ എടുക്കാൻ നേരത്തെ ഉപയോഗിക്കുന്ന മരുന്ന് എടുക്കുന്ന കുപ്പിയില്ലേ, അതുപോലത്തെ ഉടയുന്ന സാധനങ്ങൾ. പിന്നെ മെറ്റാലിക് ബോഡി ഇംപ്ലാന്റ്സ്, മെറ്റാലിക് കണ്ടിട്ട് പേടിക്കേണ്ട, അതും ഇതിനകത്താണ് വരുന്നത്. മെറ്റാലിക് ബോഡി ഇംപ്ലാന്റ്സും ഇതെല്ലാം ബ്ലൂ കളർ ബക്കറ്റിലാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ടൈപ്പ് ഓഫ് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ എന്ന് ചോദിച്ചാൽ കാർഡ്ബോർഡ് ബോക്സസ് വിത്ത് ബ്ലൂ കളർ മാർക്കിംഗ്. നേരത്തെ ആയിരുന്നു അങ്ങനെ, ഇപ്പൊ നമുക്ക് എല്ലായിടത്തും എന്തുണ്ട്? ബ്ലൂ കളർ ബക്കറ്റ്സ് അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഈ ബ്ലൂ കളർ ബക്കറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വേസ്റ്റിനെ എന്ത് ചെയ്യും? ഡിസിൻഫെക്ഷൻ ചെയ്യും, അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? യെല്ലോ കളറും ബ്ലൂ കളറും ക്ലിയർ അല്ലേ? യെല്ലോ കളറിൽ നമ്മൾ എന്താ പറഞ്ഞത്? പത്തോളജിക്കൽ ആയിട്ടുള്ള വേസ്റ്റ് ആണ്. ബ്ലൂ കളറിൽ എന്താ പറഞ്ഞത്? ഗ്ലാസ് വെയേഴ്സ് ആണ്. ചില്ലുകളാണ് ബ്ലൂവിൽ അധികവും വരുന്നത്. ഓക്കെ, അടുത്ത കളറിലോട്ട് പോകാം. അടുത്ത കളറ് വൈറ്റ് ആണ്. വൈറ്റിൽ വരുന്ന ആരൊക്കെയാണ്? നീഡിൽസ്, വയൽ ക്യാപ്സ്, ലാൻസെറ്റ്സ്, ബ്ലേഡ്സ്, ഐ വി കാനുല. ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെ ബക്കറ്റ്സിലാണ് വരുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. തെറ്റിപ്പോകരുത്, തെറ്റിപ്പോകാതെ പഠിക്കണം. ഇനി ഈ ഷാർപ്പ് ഐറ്റംസ് ആണ് അപ്പൊ വൈറ്റ് കളറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? യെല്ലോ പഠിച്ചു, ബ്ലൂ പഠിച്ചു, അടുത്ത വൈറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ വൈറ്റ് കളറിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ ആണ്? ട്രാൻസ്ലൂസെന്റ്, പങ്ചർ ലീക്ക്, ടാമ്പർ പ്രൂഫ് കണ്ടെയ്നർ. എങ്ങനെയാണ്? പങ്ചർ പ്രൂഫ് ആയ, ലീക്ക് പ്രൂഫ് ആയ, ടാമ്പർ പ്രൂഫ് ആയ കണ്ടെയ്നറുകളാണ്. ഇവയെ നമുക്ക് ട്രാൻസ്ലൂസെന്റും ആയിരിക്കും. ഒരു നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടു കാണും, നമുക്ക് ഓഫ് വൈറ്റ് കളറിലെ ഒരു ചെറിയ ബക്കറ്റ് കാണും. ഇതിലിടുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? നീഡിൽസ് ആണ്. മെറ്റാലിക് സാധനങ്ങൾ വരുന്നുണ്ട്, വയൽ ക്യാപ്സ്, ലാൻസെറ്റ്സ്, ബ്ലേഡ്സ്, ഐ വി കാനുല. ഇതിനെല്ലാം കൂടെ കണ്ടിട്ട് നേരത്തെയുള്ള മെറ്റാലിക് ബോഡി ഇംപ്ലാന്റ് ഇതിലാണെന്ന് വിചാരിക്കരുത്. അവര് ബ്ലൂ ബക്കറ്റിന്റെ ആൾക്കാരാണ്. വെള്ള ബക്കറ്റിലുള്ളവർ ഇത്രയുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കണം. ഓക്കെ, ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഓട്ടോക്ലേവിംഗ് അല്ലെങ്കിൽ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഫോളോഡ് ബൈ ഷ്രെഡിംഗ് ഓർ മ്യൂട്ടിലേഷൻ ഓർ എൻകാപ്സുലേഷൻ. ഇതൊന്നും കേട്ട് പേടിക്കണ്ട. എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നീഡിലൊന്നും ചുറ്റും വന്നു കിടന്ന് പ്രശ്നമാകാതെ അവർ സിമന്റുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. രോഗവ്യാപനം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ്. അത്ര മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ കളറാ പഠിച്ചത്? യെല്ലോ പഠിച്ചു, ബ്ലൂ പഠിച്ചു, അടുത്ത വൈറ്റ് പഠിച്ചു. യെല്ലോയിൽ ഏതൊക്കെയായിരുന്നു? പത്തോളജിക്കൽ വേസ്റ്റ് ആയിരുന്നു, അനാട്ടമിക്കൽ വേസ്റ്റുകളായിരുന്നു യെല്ലോയില്. യെല്ലോ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? നമുക്ക് ഇൻസിനറേറ്റ് ചെയ്യാം. അടുത്ത ബ്ലൂ കളറിൽ ഏതൊക്കെയാണ്? ഗ്ലാസുകളാണ് കൂടുതലും ബ്ലൂ കളർ ബക്കറ്റ്സിൽ. അടുത്ത വൈറ്റ് കളർ കണ്ടെയ്നറിൽ എന്തായിരുന്നു? ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് ആയിരുന്നു വൈറ്റ് കളറിൽ ബക്കറ്റിൽ സൂക്ഷിക്കുന്നത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് കളറിലേക്ക് പോവാം. അടുത്ത നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. റെഡ് കളർ ബക്കറ്റ് ആണ്. ഇതിൽ എങ്ങനത്തെ ടൈപ്പ് വേസ്റ്റ് ആണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് തന്നെയാണ്, പക്ഷേ റീസൈക്ലബിൾ. നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മെയിൻ ആയിട്ട് പ്ലാസ്റ്റിക് ആണ് ഇതിൽ വരുന്നത്. ഐ വി ലൈൻസ്, സിറിഞ്ചസ് വിത്തൗട്ട് നീഡിൽസ്. കണ്ടോ, സിറിഞ്ചസ് വിത്ത് നീഡിൽസ് അല്ല, വിത്തൗട്ട് നീഡിൽസ്. നീഡിൽസ് ഏത് കളർ ബക്കറ്റിലാ പോകുന്നത്? ഏത് കളർ ബക്കറ്റിലാ? വൈറ്റ് ബക്കറ്റിലാണ് നീഡിൽസ് പോകുന്നത്. ഇവിടെ സിറിഞ്ചസ് വിത്തൗട്ട് നീഡിൽസ് ആണ്. റൈൽസ് ട്യൂബ്, യൂറിനറി കത്തീറ്റർ, ഗ്ലൗസ്, യൂറോ ബാഗ്സ്, പ്ലാസ്റ്റിക് ഐറ്റംസ് എന്തുണ്ടോ അത് വരുന്നത് എവിടെയാണ്? റെഡ് കളർ ബക്കറ്റിലാണ്. റെഡ് കളർ ബക്കറ്റിൽ എന്താണ് വരുന്നത്? പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. അതും എങ്ങനത്തെ പ്ലാസ്റ്റിക്? റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്. ഓക്കെ, അപ്പൊ ഇതിന്റെ ടൈപ്പ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ എന്താണ്? നോൺ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള റെഡ് കളേർഡ് പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ. റെഡ് കളർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ് ആയാലും കണ്ടെയ്നർ ആയാലും എങ്ങനത്തെ വേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്? റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകൾ. അതിന്റെ ലിസ്റ്റ് കണ്ടോ? ഐറ്റംസ് കണ്ടോ? ഐ വി ലൈൻസ്, സിറിഞ്ചസ് വിത്തൗട്ട് നീഡിൽസ്. ഇത് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ഈ ചോദ്യം ചോദിക്കും.
അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിക്കണം. നീഡിൽസ് മാത്രമേ ഉള്ളെങ്കിൽ ഏത് കളർ ബക്കറ്റിലാണ്? വൈറ്റ് ബക്കറ്റിലാണ്. സിറിഞ്ചസ് വിത്തൗട്ട് നീഡിൽസ് ആണ് എവിടെ? റെഡ് കളറിൽ. ഓക്കെ. പ്രൈൽസ് ട്യൂബ്, യൂറിനറി കത്തീറ്റർ, ഗ്ലൗസ്, യൂറോ ബാഗ് എല്ലാം. ഇനി ഇതേപോലൊരു മറ്റൊരു ചോദ്യം. ഇതാ ഇവിടെ ഒരു ഗ്ലൗസ് ഉണ്ട്. ഇനി നമ്മുടെ സാധാ ഗ്ലൗസും മാസ്കും എവിടെ വരും? സാധാ ഗ്ലൗസും മാസ്കും എവിടെയാണ് വരുന്നത്? യെല്ലോ ബക്കറ്റിലാണ് സാധാ ഗ്ലൗസും മാസ്കും. കത്തിച്ച് കളയാൻ പറ്റുന്നത് അതെല്ലാം എവിടെയാണ്? യെല്ലോ കളർ ബക്കറ്റിലാണ്. പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഗ്ലൗസ് ആണ് ഈ റെഡ് കളറിലോട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓട്ടോക്ലേവ്, മൈക്രോവേവ് അല്ലെങ്കിൽ ഹൈഡ്രോവേവ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ മാത്രമേ ഇത് ചെയ്യൂ. ഇവരെ നോട്ട് ബി സെൻഡ് ടു ലാൻഡ്ഫിൽ ചെയ്യാനൊന്നും ഇവരെ പറഞ്ഞു വിടത്തില്ല. കാര്യം പ്ലാസ്റ്റിക് ആണ്, ലാൻഡ്ഫില്ലിന് ഉപയോഗിക്കില്ല. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 4 കളർ കോഡിൽ വരുന്ന കളറുകൾ. ഏതൊക്കെയാണ്? യെല്ലോ, ബ്ലൂ, വൈറ്റ്, റെഡ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒന്നും കൂടെ പറയാം. ഇത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. കളേഴ്സ് ഫോർ സെഗ്രിഗേഷൻ. അതിൽ ഒന്നാമത്തെ കളർ ആയിരുന്നു ഏത്? യെല്ലോ. യെല്ലോയിൽ ഏതാണ്? സോയിൽഡ് അല്ലെങ്കിൽ പത്തോളജിക്കൽ വേസ്റ്റ് ആണ്. ഏതൊക്കെയാണ് ഐറ്റംസ്? ഡ്രസ്സിങ്സ്, ബാൻഡേജസ്, എക്സ്പയർഡ് അല്ലെങ്കിൽ ഡിസ്കാർഡ് ആയിട്ടുള്ള മെഡിസിൻ, സ്വാബ്സ്, കെമിക്കൽ ലിക്വിഡ് അല്ലെങ്കിൽ ലാബ് വേസ്റ്റ്, ടിഷ്യൂ വേസ്റ്റ്, പിന്നെ അനാട്ടമിക്കൽ വേസ്റ്റ്. ഇവരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഇൻസിനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത രണ്ടാമത്തെ കളർ ഏതാണ്? ബ്ലൂ കളർ. ബ്ലൂ കളറിൽ ആരാ വരുന്നത്? ഗ്ലാസ് വെയേഴ്സ് ആണ്. ഗ്ലാസ് വെയേഴ്സും പിന്നെ മെറ്റാലിക് ബോഡി ഇംപ്ലാന്റ്സും. എല്ലാ ടൈപ്പ് ചില്ലിൽ വരുന്ന എല്ലാ ടൈപ്പും പിന്നെ മെറ്റാലിക് ബോഡി ഇംപ്ലാന്റ്സും. ഇതിനെങ്ങനെ ട്രീറ്റ് ചെയ്യും? ഡിസിൻഫെക്ഷൻ നടത്തുകയോ ഓട്ടോക്ലേവിംഗ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ. 2 കളറായി. അടുത്ത മൂന്നാമത്തെ കളർ ഏതാണ്? ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ഏതാണ്? വൈറ്റ് കളറാണ്. വൈറ്റ് കളറിൽ ആരൊക്കെയാണ് വരുന്നത്? നീഡിൽസ്, വയൽ ക്യാപ്സ്, ലാൻസെറ്റ്സ്, ബ്ലേഡ്സ്, IV കാനുല. ഇവരൊക്കെയാണ് നമ്മൾ വൈറ്റ് കളർ ബക്കറ്റിൽ ഇടുന്നത്. അവരെ ട്രീറ്റ് ചെയ്യാൻ എങ്ങനെയാണ്? ഓട്ടോക്ലേവിംഗ്, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത കളർ ഏതാണ്? റെഡ്. റെഡ് കളറിൽ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകളാണ് റെഡിൽ വരുന്നത്. IV ലൈൻസ്, സിറിഞ്ചസ് വിത്തൗട്ട് നീഡിൽസ്, റൈൽസ് ട്യൂബ്, യൂറിനറി കത്തീറ്റർ, ഗ്ലൗസ്, യൂറോ ബാഗ്സ്. അപ്പൊ ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? നമ്മൾ റീസൈക്കിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ ലാൻഡ് ഫില്ലിന് കൊണ്ടുപോവേയില്ല. അത് മെയിൻ ആണ്. ലാൻഡ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കില്ല. പ്ലാസ്റ്റിക് ആണ്, ലാൻഡ് ഫില്ല് ചെയ്യില്ല. ഓക്കെ. ഓക്കെ. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് അടുത്ത മെയിൻ ഇതും 5 മാർക്കിനോ അല്ലെങ്കിൽ നമ്മുടെ 15 മാർക്കിന്റെ എസ്സേക്ക് പോലും ചോദിക്കാൻ പറ്റുന്ന സംഭവം. അടുത്തൊരു ചോദ്യം. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. നമുക്ക് എങ്ങനെയൊക്കെ ബയോമെഡിക്കൽ വേസ്റ്റിനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെയെല്ലാം ഡിസ്പോസ് ചെയ്യാം എന്നുള്ളൊരു ചോദ്യമാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസലിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് എന്ത്? ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ നേരത്തെ നമ്മളത് കേട്ടു. എന്താണ്? കത്തിച്ചു കളയുന്ന ഒരു പ്രോസസ്സ്, അത്രേ ഉള്ളൂ. അപ്പോ ഇൻസിനറേഷൻ ഇറ്റ് ഈസ് എ ഹൈ ടെമ്പറേച്ചർ ഡ്രൈ ഓക്സിഡേഷൻ പ്രോസസ് ടു ട്രീറ്റ് വേസ്റ്റ് ദാറ്റ് കനോട്ട് ബി റീസൈക്ഡ്, റീയൂസ്ഡ് ഓർ ഡിസ്പോസ്ഡ് ഇൻ ലാൻഡ്. യെല്ലോ കാറ്റഗറി വേസ്റ്റസ് ആർ സബ്ജക്റ്റഡ് ടു ഇൻസിനറേഷൻ. ഇൻസിനറേഷന്റെ ഈ ഒരു ഡെഫിനിഷൻ മാത്രം നമുക്ക് 1 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ 2 മാർക്സിന് ചോദിക്കാം. അപ്പൊ എന്താണ് ഇൻസിനറേഷൻ? ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ടെമ്പറേച്ചർ, ആ കളർ ചേഞ്ച് കണ്ടില്ലേ? ഹൈ ടെമ്പറേച്ചർ ഡ്രൈ ഓക്സിഡേഷൻ പ്രോസസ്. ഇത് ചിലപ്പോൾ തെറ്റിച്ച് തരാം. ലോ ടെമ്പറേച്ചർ ഡ്രൈ ഓക്സിഡേഷൻ പ്രോസസ് എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഇതൊരു ഹൈ ടെമ്പറേച്ചറിൽ നടക്കുന്ന ഡ്രൈ ആയിട്ടുള്ള ഓക്സിഡേഷൻ പ്രോസസ് ആണ് ടു ട്രീറ്റ് വേസ്റ്റ് ദാറ്റ് കനോട്ട് ബി റീസൈക്കിൾഡ്, റീയൂസ്ഡ് ഓർ ഡിസ്പോസ്ഡ് ഇൻ ലാൻഡ്. നമുക്ക് എങ്ങനെ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേസ്റ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ യെല്ലോ കാറ്റഗറിയിൽ വരുന്ന വേസ്റ്റ്, അവരെല്ലാം നമ്മൾ ഇൻസിനറേറ്റ് ചെയ്യുന്നില്ലേ? ആ ടൈപ്പ് വേസ്റ്റ് അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഇനി ഇതാ പറയുന്നുണ്ട്, യെല്ലോ കാറ്റഗറി വേസ്റ്റസ് ആർ സബ്ജക്റ്റഡ് ടു ഇൻസിനറേഷൻ. യെല്ലോ കാറ്റഗറി വേസ്റ്റിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇൻസിനറേറ്റ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഇൻസിനറേഷൻ റിക്വയർസ് നോ പ്രീ ട്രീറ്റ്മെന്റ്. ഇപ്പൊ ഇൻസിനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന വേസ്റ്റുകളെ നമ്മൾ പിന്നീട് അതിന് മുന്നേ വേറെ ഒരു ട്രീറ്റ്മെന്റും ചെയ്യേണ്ടതില്ല. അവരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കത്തിച്ച് കളയാവുന്നതാണ്.
അപ്പൊ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ഇൻസിനറേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ വേസ്റ്റസ്. ഏതൊക്കെ വേസ്റ്റിനാണ് ഇത് സ്യൂട്ടബിൾ, ഏതൊക്കെ വേസ്റ്റിനാണ് ഇത് സ്യൂട്ടബിൾ അല്ലാത്തത്. ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് എല്ലാം നമുക്ക് ട്രൂ ഓർ ഫാൾസിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളിലോ കാണാം. ഓക്കെ, കമ്പോസ്റ്റബിൾ മാറ്റർ ഗ്രേറ്റർ ദാൻ 60%, 60%-ലധികവും കത്തിച്ചു കളയാൻ പറ്റുന്ന മാറ്റർ ഉണ്ടെങ്കിൽ അത് സ്യൂട്ടബിൾ ആണ്. നോൺ കമ്പോസ്റ്റബിൾ സോളിഡ് ലെസ് ദാൻ 5%, 5%-ൽ താഴെ ആയിരിക്കണം കത്തിക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ളത് ഉണ്ടെങ്കിൽ തന്നെ വരാൻ. പിന്നെ മോയ്സ്ചർ കണ്ടന്റ് എത്രയായിരിക്കണം? 30%-ലും താഴെ ആയിരിക്കണം. കാര്യം ഇതൊരു ഹൈ ടെമ്പറേച്ചർ ഡ്രൈ ഓക്സിഡേഷൻ പ്രോസസ് ആണ്. അപ്പൊ മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ലോ ഹീറ്റിംഗ് വോളിയം ഇത്രയായിരിക്കണം. അപ്പൊ സ്യൂട്ടബിൾ ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള 4 പോയിന്റ് ആണ് ഈ പറഞ്ഞത്. ഇനി ആരൊക്കെയാണ് സ്യൂട്ടബിൾ അല്ലാത്തത്? ഇൻസിനറേഷന് സ്യൂട്ടബിൾ അല്ലാത്തത് ആരൊക്കെയാണ്? ഹെവി മെറ്റൽ ആംപ്യൂൾസ് സ്യൂട്ടബിൾ അല്ല. റിയാക്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽ വേസ്റ്റ് ഇൻസിനറേറ്റ് ചെയ്യാനേ പാടില്ല. റേഡിയോഗ്രാഫിക് വേസ്റ്റ് അത് ഇൻസിനറേറ്റ് ചെയ്യാൻ പാടില്ല. പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഗ്യാസ് കണ്ടെയ്നർ ഇൻസിനറേറ്റ് ചെയ്യരുത്. ഹാലോജിനേറ്റഡ് പ്ലാസ്റ്റിക് സച്ച് ആസ് PVC പോലുള്ള സാധനങ്ങൾ ഇൻസിനറേറ്റ് ചെയ്യാൻ നോക്കരുത്. ഓക്കെ, മനസ്സിലായില്ലേ എന്താണ് ഇൻസിനറേഷൻ എന്നും ആരൊക്കെയാണ് ഇൻസിനറേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നും സ്യൂട്ടബിൾ അല്ലാത്തതെന്നുമാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത അപ്പോൾ 2 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ എന്താണ് നമുക്ക് ഇൻസിനറേഷൻ എന്ന പ്രോസസ് എഴുതാം. ടൈപ്പ് ഓഫ് ഇൻസിനറേറ്റേഴ്സ് കൂടി ഉൾപ്പെടുത്താം. അപ്പൊ അതിൽ വരുന്ന ടൈപ്പ് ഓഫ് ഇൻസിനറേറ്റേഴ്സ് ആണ് എന്ത്? ഒന്ന് ഡബിൾ ചേംബർ പൈറോലൈറ്റിക് ഇൻസിനറേറ്റേഴ്സ്, സിംഗിൾ ചേംബർ ഇൻസിനറേറ്റേഴ്സ്, റോട്ടറി ക്ലിൻസ്. പേര് മാത്രം പഠിച്ചാൽ മതി, കൂടുതലൊന്നും പഠിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. അപ്പോ ഒരു ട്രീറ്റ്മെന്റ് ടൈപ്പ് കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തതാണ് കെമിക്കൽ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കെമിക്കൽസ് ഉപയോഗിച്ച് നമ്മൾ ഡിസിൻഫെക്ഷൻ നടത്തുന്ന പ്രോസസ്, അത്രയേ ഉള്ളൂ. കെമിക്കൽസ് ആർ ആഡഡ് ടു വേസ്റ്റ് ടു കിൽ ഓർ ഇനാക്ടിവേറ്റ് പാത്തോജൻസ്, മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ട്രീറ്റിംഗ് ലിക്വിഡ് വേസ്റ്റ് സച്ച് ആസ് ബ്ലഡ്, യൂറിൻ, സ്റ്റൂൾ ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സീവേജ്. ഇത്രയേ ഉള്ളൂ. കെമിക്കൽസ് ഉപയോഗിച്ച് നമ്മൾ വേസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കെമിക്കൽ ഡിസിൻഫെക്ഷൻ. അടുത്ത മറ്റൊരു പ്രോസസ്സാണ് വെറ്റ് ആൻഡ് ഡ്രൈ തെർമൽ ട്രീറ്റ്മെന്റ്. അതിലൊന്ന് വെറ്റ് തെർമൽ ട്രീറ്റ്മെന്റ് ഓർ സ്റ്റീം ഡിസിൻഫെക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ എക്സ്പോഷർ ഓഫ് ഷ്രെഡഡ് ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ടു ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ സ്റ്റീം ആൻഡ് ഈസ് സിമിലർ ടു ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്, നോട്ട് ഫോർ യെല്ലോ കാറ്റഗറി വേസ്റ്റ്. അപ്പൊ ആദ്യം തന്നെ പറയാം, വെറ്റ് തെർമൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആർക്കുള്ളതല്ല? യെല്ലോ കാറ്റഗറി വേസ്റ്റിനുള്ളതല്ല. ഇതെന്താണ്? ഈ കളർ ചേഞ്ചിൽ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? ഈ പ്രോസസ് എന്താണെന്നൊന്ന് നോക്കിയാൽ മതി. വെറ്റ് തെർമൽ എങ്ങനെയാണ്? ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ സ്റ്റീമിൽ നടക്കുന്ന ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ്. ഇത്രയേ ഉള്ളൂ. ഇത്ര പഠിച്ചാൽ മതി. ഇതേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇത് മാറ്റിയും തിരിച്ച് നമുക്ക് ചോദിക്കാൻ, ഇത് ഹൈ ടെമ്പറേച്ചർ എന്നുള്ളത് ലോ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ എന്നുള്ളത് ലോ പ്രഷർ സ്റ്റീം എന്നൊക്കെ തന്നെ നമ്മളെ തെറ്റിക്കാൻ നോക്കും. അത് തെറ്റാതെ പഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ വെറ്റ് തെർമൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ടൈപ്പ് ഓഫ് സ്റ്റീം ഡിസിൻഫെക്ഷൻ ആണ്. എങ്ങനെയാണ്? ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും നടക്കുന്നതാണ്. ഏത് കാറ്റഗറി വേസ്റ്റിനുള്ളതല്ല? യെല്ലോ കാറ്റഗറി വേസ്റ്റിനുള്ള ട്രീറ്റ്മെന്റ് അല്ല. അടുത്തത് എന്താണ്? സ്ക്രൂ ഫീഡ് ടെക്നോളജി. ഇതെന്ന് പറയുന്നത് ഒരു നോൺ ബേൺ ഡ്രൈ തെർമൽ ഡിസിൻഫെക്ഷൻ പ്രോസസ് ആണ്. ഇൻ വിച്ച് വേസ്റ്റ് ഈസ് ഷ്രെഡഡ് ആൻഡ് ഹീറ്റഡ് ഇൻ എ റൊട്ടേറ്റിംഗ് ഓവർ. ദിസ് പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ആൻഡ് ഷാർപ്പ്, ബട്ട് നോട്ട് യൂസ്ഡ് ടു പ്രോസസ് എ പത്തോളജിക്കൽ, സൈറ്റോടോക്സിക് ആൻഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഓക്കെ, അപ്പൊ സ്ക്രൂ ഫീഡ് ടെക്നോളജി എന്തിനു ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഏത് ടൈപ്പാണ്? ഇതൊരു ഡ്രൈ തെർമൽ ഡിസിൻഫെക്ഷൻ പ്രോസസ് ആണ്. ഓക്കെ, ഒരു ഡ്രൈ തെർമൽ. നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? വെറ്റ് തെർമൽ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ സ്റ്റീം. അടുത്ത സ്ക്രൂ ഫീഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ തെർമൽ ഡിസിൻഫെക്ഷൻ പ്രോസസ് ആണ്. എന്തിനെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റിനെയും ഷാർപ്പിനെയും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് ഏതിനല്ല? നോട്ട് യൂസ്ഡ് ടു പ്രോസസ് പത്തോളജിക്കൽ, സൈറ്റോടോക്സിക് ആൻഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ 3 ട്രീറ്റ്മെന്റുകൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഇൻസിനറേഷൻ, കെമിക്കൽ ഡിസിൻഫെക്ഷൻ, വെറ്റ് ആൻഡ് ഡ്രൈ തെർമൽ ട്രീറ്റ്മെന്റ്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് മൈക്രോവേവിംഗ് അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ്. മോസ്റ്റ് ഓർഗാനിസംസ് ആർ ഡിസ്ട്രോയിഡ് ബൈ മൈക്രോവേവ് റേഡിയേഷൻസ് ഓഫ് എബൌട്ട്
കണ്ടില്ലേ ആ ഒരു 2450 മൈക്രോ ഹെഡ്സ് ഫ്രീക്വൻസി. വാട്ടർ കണ്ടന്റ് ഈസ് റാപ്പിഡ്ലി ഹീറ്റഡ് ആൻഡ് ഇൻഫെക്ഷ്യസ് ഏജൻസ് ആർ ഡിസ്ട്രോയിഡ് ബൈ ഹീറ്റ് കണ്ടക്ഷൻ. ഒന്നുമില്ല, മൈക്രോവേവിംഗ് അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സ്, അത്രയേ ഉള്ളൂ. ഇതിലെന്തുണ്ട്? വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് റെഡിലി തന്നെ ഹീറ്റഡ് ആയി പോകും, ഇൻഫെക്ഷ്യസ് ഏജൻസ് ഡിസ്ട്രോയ് ആയി പോകും. ഹീറ്റ് കണ്ടക്ഷൻ നടന്ന് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻസ് എല്ലാം എന്തായി പോകും? ഡിസ്ട്രോയ് ആയി പോകും. അത്രയേ ഉള്ളൂ. അടുത്ത അഞ്ചാമത്തെ ഒരു ടെക്നിക്കാണ് ലാൻഡ് ഡിസ്പോസൽ. ഇതിൽ എഴുതേണ്ടിയുള്ളത് എന്തൊക്കെയാണ്? രണ്ട് ടൈപ്പ് ഓഫ് ലാൻഡ് ഡിസ്പോസൽ ആണ് ഉള്ളത്. ഓപ്പൺ ഡംപിങ്ങും ഉണ്ട്, സാനിറ്ററി ലാൻഡ് ഫില്ലും ഉണ്ട്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡിസ്പോസൽ, ഓപ്പൺ ഡംപിങ് ആൻഡ് സാനിറ്ററി ലാൻഡ് ഫിൽ. Health care wastes should not be deposited or on around open terms. The risk of their either people or animal coming into contact with the infectious pathogen is obvious. നമ്മൾ ഹെൽത്ത് കെയർ വേസ്റ്റേഴ്സ് എങ്ങനെ എങ്ങും ജസ്റ്റ് ഇങ്ങനെ ചുറ്റും വലിച്ചു വാരി ഇടത്തില്ല. കാര്യം എന്തുകൊണ്ടാണ്? അത് അനിമൽസിനും മനുഷ്യനും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അവരെ നമ്മൾ ഓപ്പൺ സ്പേസിൽ വലിച്ചു വാരി ഇടത്തില്ല, അവരെ നന്നായിട്ട് ലാൻഡ് ഫില്ല് ചെയ്യാറുള്ളൂ. ഹെൽത്ത് കെയർ വേസ്റ്റസ് ഷുഡ് നോട്ട് ബി ഡെപ്പോസിറ്റഡ് ഓൺ ഓർ അറൌണ്ട് ഓപ്പൺ ടേംസ്. നമ്മൾ ഓപ്പൺ ടേംസിലൊന്നും ഇടരുത്. ഇത് എന്ത് പറ്റും? റിസ്ക് ഓഫ് എയ്തർ പീപ്പിൾ ഓർ ആനിമൽസ് കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ ഇൻഫെക്ഷ്യസ് പാത്തജൻ ഈസ് ഒബീവിയസ്. അവരൊക്കെ കോണ്ടാക്ടിൽ, അനിമൽസും ഹ്യൂമൻസും കോണ്ടാക്റ്റിൽ വരാൻ സാധ്യതയുണ്ട്, അത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ആറാമത്തെ ഒരു ടെക്നിക്കാണ് ഇനർട്ടൈസേഷൻ. The process of inertization involves mixing of biomedical wastes with the cement and other substances before disposal in order to minimize the risk of toxic substances contained in the waste migrating into the surface or groundwater. ഒന്നുമില്ല, ഇനർട്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഗകാരിയായ അണുക്കളുള്ള വേസ്റ്റ് വ്യാപിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ ഇവർ ചെയ്യുന്നതാണ്. സിമന്റും മറ്റ് അതർ സബ്സ്റ്റൻസും ആയിട്ട് കൂട്ടിക്കുഴയ്ക്കുന്ന ഒരവസ്ഥ, അത്രേ ഉള്ളൂ. ചുറ്റുപാടിന് പ്രശ്നമാകാതിരിക്കാൻ നോക്കുന്ന, രോഗം തടയുന്ന ഒരു മാർഗം, അത്രമേ ഉള്ളൂ ഇനർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ട്രീറ്റ്മെന്റിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 6 പോയിന്റ്സ്. അപ്പൊ നമുക്ക് ഇതൊന്നും കൂടെ നോക്കാം. ഇത് ഒരു 15 മാർക്കിന് പോലും ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഇല്ലെങ്കിൽ 5 മാർക്കിന്റെ ഷോർട്ട് നോട്ട് ആയിട്ടോ എസ്എയിലോ ചോദിക്കാം. ഒന്നും കൂടി നോക്കാം. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ഒന്നും കൂടെ നോക്കാം. ഇത് കുറച്ച് ആഴത്തിൽ തന്നെ പഠിക്കണം, കുറച്ച് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോർഷനാണ് ഈ ട്രീറ്റ്മെന്റും ഡിസ്പോസൽ എന്ന്. ഒരുപാട് ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. ചോദിച്ചിട്ടുണ്ട്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് എഴുതാനുള്ളത്. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്താണ്? ഹൈ ടെമ്പറേച്ചർ ഡ്രൈ ഓക്സിഡേഷൻ പ്രോസസ് ആണ്. ഇത് റീസൈക്കിൾ ചെയ്യുന്ന വസ്തുക്കൾക്ക് നമ്മൾ ഉപയോഗിക്കില്ല. യെല്ലോ കാറ്റഗറിയിലുള്ള വേസ്റ്റിന് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഇൻസിനറേഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇൻസിനറേഷൻ. അത് സ്യൂട്ടബിൾ ആർക്കാണ് സ്യൂട്ടബിൾ അല്ലാത്തത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി 2 മാർക്കിനാണെങ്കിൽ നമുക്ക് ഇൻസിനറേഷൻ എന്താണെന്ന് എഴുതാം. അടുത്ത ടൈപ്പ് ഓഫ് ഇൻസിനറേറ്റേഴ്സും കൂടി എഴുതാം. ഏതൊക്കെയാണ്? ഡബിൾ ചേംബർ പൈറോലൈറ്റിക് ഇൻസിനറേറ്റർ, സിംഗിൾ ചേംബർ ഇൻസിനറേറ്റർ, റോട്ടറി ക്ലിൻസ്. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തത് കെമിക്കൽ ഡിസിൻഫെക്ഷൻ. ഒന്നുമില്ല, കെമിക്കൽസ് ഉപയോഗിച്ച് ഡിസിൻഫെക്ട് ചെയ്യുന്ന പ്രോസസ്. മൂന്നാമത്തെ പോയിന്റ് ഡ്രൈ ആൻഡ് വെറ്റ് തെർമൽ ട്രീറ്റ്മെന്റ്. ഡ്രൈ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? സ്ക്രൂ ഫീഡ് ടെക്നോളജി എങ്ങനെയാണ്? അത് രണ്ടുമേ ഉള്ളൂ. വെറ്റ് തെർമൽ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ സ്റ്റീമിൽ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. അത് എങ്ങനെയാണ്? നോട്ട് ഫോർ യെല്ലോ കാറ്റഗറിക്ക് ഉപയോഗിക്കുന്നതല്ല. സ്ക്രൂ ഫീഡ് ടെക്നോളജി എങ്ങനെയാണ്? ഡ്രൈ തെർമൽ ഡിസിൻഫെക്ഷൻ പ്രോസസ് ആണ്. ഇത് എന്തിനു ഉപയോഗിക്കുന്നു? ഇൻഫെക്ഷ്യസ് വേസ്റ്റിനെയും ഷാർപ്പിനെയും ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, നാലാമത്തത് മൈക്രോവേവിംഗ് അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ്. വേവ്സ് ഉപയോഗിച്ച് നമ്മൾ കണ്ടാമിനൻസിനെ തടയുന്നു അല്ലെങ്കിൽ ഡിസ്ട്രോ ചെയ്യുന്നു. അടുത്ത ലാൻഡ് ഡിസ്പോസൽ. നമ്മൾ 2 ടൈപ്പില് ഡിസ്പോസൽ നടത്തുന്നു, ഓപ്പൺ ഡംപിങ് ആൻഡ് സാനിറ്ററി ലാൻഡ് ഫിൽ. ഹെൽത്ത് കെയർ വേസ്റ്റിന് നമ്മൾ ഓപ്പൺ സ്പേസിൽ ഡിസ്കാർഡ് ചെയ്യില്ല. അടുത്ത പോയിന്റ് ആറാമത്തത് ഇനർട്ടൈസേഷൻ. ഇനർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ബയോമെഡിക്കൽ വേസ്റ്റിന് നമ്മൾ സിമന്റോ അല്ലെങ്കിൽ അതർ സബ്സ്റ്റൻസോ ആയിട്ട്
നമ്മൾ കൂട്ടിക്കലർത്തി ഡിസ്പോസ് ചെയ്യുന്ന ഒരവസ്ഥ. എന്തിനങ്ങനെ ചെയ്യുന്നു? മിനിമൈസ് ദ റിസ്ക് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് കണ്ടെയ്ൻഡ് ഇൻ ദി വേസ്റ്റ് മൈഗ്രേറ്റിംഗ് ഇൻ ടു ദ സർഫസ് ഓർ ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിലോ സർഫസിലോ നമ്മുടെ കണ്ടാമിനൻസ് അല്ലെങ്കിൽ അപകടകരമായ ബയോമെഡിക്കൽ വേസ്റ്റ് കോണ്ടാക്റ്റിൽ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് 5 മാർക്കിനോ 15 മാർക്കിനോ എസ് എയിലെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. ഇത് നന്നായിട്ട് പഠിക്കുക. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്. ഒരു റൂൾ കൊണ്ടുവന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പൊ ആ റൂളിനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് നമുക്ക് റൂൾ 1 ഇയറോ അല്ലെങ്കിൽ റൂൾസ് 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാം. ഇതിൽ ജസ്റ്റ് മെയിൻ ആയിട്ട് നമ്മൾ എവിടെ ഫോക്കസ് ചെയ്ത് എന്ത് പഠിക്കണം, മെയിൻ ആയ പോയിന്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ഒരുപാട് വാസ്റ്റ് ആയിട്ട് പഠിക്കാനില്ല, പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998 അതാണ് നമ്മുടെ റൂളിന്റെ ഫുൾ ഇയറോട് കൂടിയുള്ള റൂൾ എന്ന് പറയുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998. അതിൽ തന്നെ ഇയർ ഉണ്ട്. ഇത് നിലവിൽ വന്നത് എപ്പോഴാണ്? 1998 ജൂലൈ 28 നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് നിലവിൽ വരുന്നത്. ആരാണ് കൊണ്ടുവന്നത്? അതാണ് അടുത്ത പോയിന്റ്. ബൈ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. ഓക്കെ, ഇവരാണ് കൊണ്ടുവന്നത്. ബൈ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഓഫ് 1998 ആര് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ്. എന്ന് ഫോഴ്സിൽ വന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? 28 ജൂലൈ 1998 ആണ്. The Act is now superseded by Biomedical Waste Management Rules 2016, which came into force on 28 March 2016. ഓക്കെ, അപ്പൊ നമ്മുടെ 1998 വന്ന റൂളിനെ ഇപ്പോ കടന്നുകൊണ്ട് 2016 മറ്റൊരു റൂള് വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 എന്ന് പറയുന്നത്. 2016 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള്. ഇത് നിലവിൽ വന്നത് മാർച്ച് 28, 2016 ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റൽസും എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ റൂളിന്റെ ബേസിസിലാണ്. ഇപ്പൊ കറണ്ട് റണ്ണിങ് ആയിട്ടുള്ള റൂൾ ഏതെന്ന് ചോദിച്ചാൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് 2016 റൂളാണ്. ഓക്കെ, ഈ പോയിന്റ്സ് ഇതുപോലെ പഠിക്കാം. വളരെ എളുപ്പം, 4 പോയിന്റ് അല്ലേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ബയോമെഡിക്കൽ റൂൾസ് 2016. 2016 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ്. ഇത് 5 മാർക്കിനോ അല്ലെങ്കിൽ നമ്മുടെ എസ്എയില് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇതേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2016 റൂളിൽ എന്തെല്ലാമാണ് പറയുന്നതെന്ന് നോക്കാം. 1. എക്സ്പാൻഡഡ് സ്കോപ്പ് ടു വാക്സിനേഷൻ ക്യാമ്പ്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, സർജിക്കൽ ക്യാമ്പ്, എനി അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒന്നുമില്ല, നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഇങ്ങോട്ടും കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ? വാക്സിനേഷൻ ക്യാമ്പ് നടന്നാൽ അവിടെ നമ്മൾ ഈ റൂൾ പാലിക്കേണ്ടതുണ്ട്. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലാണെങ്കിൽ ഈ റൂള് പാലിക്കേണ്ടതുണ്ട്. ഒരു സർജിക്കൽ ക്യാമ്പിലോ അല്ലെങ്കിൽ എനി ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആണെങ്കിലും നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് 2016 ഫോളോ ചെയ്യണം. അത്രേ ഉള്ളൂ. ഈ ഒരു റൂളിന്റെ ബേസിസിലാണ് അടുത്ത രണ്ടാമതായിട്ട് എന്ത്? സിംപ്ലിഫൈഡ് കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നത്. 4 കളർ കോഡഡ് കാറ്റഗറീസ് നേരത്തെ പഠിച്ചില്ലേ? യെല്ലോ, ബ്ലൂ, റെഡ്, വൈറ്റ് എന്ന് പഠിച്ചില്ലേ? അങ്ങനെ 4 കളർ കോഡഡ് ആയിട്ട് തിരിച്ചത് 2016 റൂളിന്റെ ബേസിലാണ്. പിന്നെ ഇതിൽ വന്ന മറ്റൊരു ഫീച്ചറാണ് ഫേസിങ് ഔട്ട് ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗ് യെല്ലോയും റെഡും, അത് ഫേസിങ് ഔട്ട് ചെയ്തത് ഈ റൂളിന്റെ ബേസിലാണ്. അടുത്ത ബാർ കോഡിംഗ് ആൻഡ് ട്രാക്കിംഗ്. നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യുന്ന ആ ഒരു പ്ലാസ്റ്റിക് ബാഗ്, അതിൽ ബാർ കോഡിങ്ങും അതിന്റെ ട്രാക്കിങ്ങും ഇതൊക്കെ ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നതാണ്. അത് കൊണ്ടുവന്നു. പിന്നീട് 5-മത്തത് പ്രീ ട്രീറ്റ്മെന്റ് ഓഫ് ലബോറട്ടറി വേസ്റ്റ്. 6th ആയിട്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്. ഈ റൂൾ വന്നതിന്റെ കീഴിലാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് വർക്കേഴ്സ് അവര് കുറച്ചും കൂടെ നോക്കാൻ തുടങ്ങിയത്. അതിൽ ഇമ്മ്യൂണൈസേഷനും
ട്രെയിനിങ്ങും. ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിന്റെ ഇമ്മ്യൂണൈസേഷനും ട്രെയിനിങ്ങും അവർ നോക്കാൻ തുടങ്ങി. അപ്പൊ ഇത്രയും ഫീച്ചറുകൾ 2016 ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഫീച്ചേഴ്സ് ആണ്, മെയിൻ ഫീച്ചേഴ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടി വായിക്കാം. എക്സ്പാൻഡഡ് സ്കോപ്പ് ടു വാക്സിനേഷൻ ക്യാമ്പ്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, സർജിക്കൽ ക്യാമ്പ്, എനി അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. 2, സിംപ്ലിഫൈഡ് കാറ്റഗറൈസേഷൻ അത് നടത്തി. എന്തൊക്കെയാണ്? 4 കളർ കോഡഡ് ആയിട്ടുള്ള കാറ്റഗറീസ് കൊണ്ടുവന്നു. ഏതൊക്കെയാണ്? യെല്ലോ, റെഡ്, ബ്ലൂ, വൈറ്റ്. മൂന്നാമതായിട്ട് ഫേസിംഗ് ഔട്ട് ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക്സ്. 4 ബാർ കോഡിംഗ് ആൻഡ് ട്രാക്കിംഗ്. 5 പ്രീ ട്രീറ്റ്മെന്റ് ഓഫ് ലബോറട്ടറി വേസ്റ്റ്. 6 ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്. അതിൽ മെയിൻ ആണ് ഇമ്മ്യൂണൈസേഷനും ട്രെയിനിങ്ങും. റെഗുലർ ആയിട്ടുള്ള ട്രെയിനിങ് ഹെൽത്ത് കെയർ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുക. അവർക്ക് കമ്പൽസറി ആയിട്ട് ഇമ്മ്യൂണൈസേഷൻ എടുത്തിരിക്കണം. ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് ബി, ടെറ്റനസ് പോലെയുള്ള വാക്സിൻസ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകൾ എടുത്തിരിക്കണം. ഇതൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് 2016 ഫീച്ചറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്നത് നമുക്ക് അബ്രിവിയേഷൻസ് ആണ്. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ ചോദിക്കും. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ഇമേജ്. എന്താണ് ഇമേജ്? ഇമേജ് എന്ന് പറഞ്ഞാൽ IMA ഗോസ് എക്കോ ഫ്രണ്ട്ലി. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ ചോദിച്ചാൽ ഇതാണ്, IMA ഗോസ് എക്കോ ഫ്രണ്ട്ലി. അടുത്ത കീൽ, ബയോമെഡിക്കൽ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വേർഡാണ് കീൽ. ഇതെന്ന് പറഞ്ഞാൽ കേരള എൻവയറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഇത് എന്താണെന്നൊന്നും അറിയണ്ട, ഇങ്ങനെ ജസ്റ്റ് ഇത് ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും, അതുകൊണ്ട് പഠിച്ചു വെക്കുക. പിന്നെ CBM WTDF എന്ന് പറഞ്ഞാൽ കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഫെസിലിറ്റി. ഓക്കെ, കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഫെസിലിറ്റി. ഇതൊക്കെ വൺ വേർഡിൽ ചോദിക്കാം. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ബയോമെഡിക്കലിന്റെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ BMW അറിയാലോ, ബയോമെഡിക്കൽ വേസ്റ്റ്. അടുത്ത BMWM ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഇത് രണ്ടും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അറിയാലോ, നമ്മൾ ഇത്രയും നേരം പഠിച്ച സാധനമാണ് BMWM. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന ഒരു പാർട്ട്. 15 മാർക്കിന് വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ലൈഡുകളിൽ കണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്നതാണ്. ഇത് വളരെ മൈന്യൂട്ടായിട്ട് പോയിന്റ് ആയിട്ട് തന്നിട്ടുള്ളൂ. ഓക്കെ, നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിനു മുന്നേ കുറച്ച് ചോദ്യങ്ങളും കൂടി പറഞ്ഞു തരാം. നമുക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ്. എന്താണ് ഹോസ്പിറ്റൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ? അത് 15 മാർക്കിനും ചോദിക്കാം, 5 മാർക്കിനും ചോദിക്കാൻ പറ്റും. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിനെ കുറിച്ച് ചോദിക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന പ്രോസസ്സിനെ കുറിച്ച് ചോദിക്കാം. ഓക്കെ, പിന്നീട് നമുക്ക് പിന്നെ ചോദിക്കാൻ പറ്റുന്നതാണ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ്, സോഴ്സസുകളെ കുറിച്ച് ചോദിക്കാം. ഓക്കെ, ഇതൊക്കെ ഇതിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എളുപ്പമുള്ളൊരു പോർഷനാണിത്. ഓക്കെ.